അപ്പോൾ നമുക്ക് EST 130 December 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബിയിലെ 10 മാർക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. അതൊന്ന് സോൾവ് ചെയ്യാം. Two impedances Z1 and Z2 are separately connected across a 220 volt 50 Hz supply. They consume 300 watts and 150 watts at a power factor of 0.4 lag and 0.7 lead respectively. When Z1 and Z2 are connected in series across the same supply, find the total power consumed and overall power factor. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രണ്ട് ഇമ്പിഡൻസ് ഉണ്ട്, Z1 ആൻഡ് Z2. അത് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പവറും പവർ ഫാക്ടറും തന്നിട്ടുണ്ട്. അതുപോലെ Z1 ഈസ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ. അപ്പോൾ ഉള്ള പവർ എന്ന് പറഞ്ഞാൽ 300 വാട്ട്സ് ആണ്. ഇപ്പോഴത്തെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.4 ലാഗിങ് ആണ്. അതുപോലെ Z2 ഈസ് കണക്റ്റഡ് അക്രോസ് the voltage source 220 volt 50 Hz, then the power consumed is 150 watts and power factor is 0.7 lead എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ ഡേറ്റ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നിന്ന് പവർ ഈസ് ഈക്വൽ ടു VI cos phi, ഇതിൽ നിന്ന് നമുക്ക് സർക്യൂട്ടിലെ കറണ്ട് കിട്ടും. സർക്യൂട്ടിലെ കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഇമ്പിഡൻസ് കിട്ടും. സോ ഇമ്പിഡൻസ് Z ഈസ് ഈക്വൽ ടു V/I. കറണ്ട് I ഈസ് ഈക്വൽ ടു VI cos phi എന്നുള്ള എക്സ്പ്രഷനിൽ നിന്ന് കറണ്ട് I 3.409 എന്ന് നമുക്ക് കിട്ടി. Z ഈസ് ഈക്വൽ ടു V/I. V/I എന്ന് പറയുമ്പോൾ 200/3.409. സോ നമുക്ക് Z-ൻ്റെ വാല്യൂ അവിടെ കിട്ടുന്നുണ്ട്. 200/3.409 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. 3.409 ഈക്വൽ ടു 58.6. സോ Z ഈസ് ഈക്വൽ ടു 58.6 ഓം. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടി. ഇനി Z കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ നിന്ന് ഇതിപ്പോൾ പവർ ഫാക്ടർ ലാഗ് ആണല്ലോ, അപ്പോൾ RL സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് Z-ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കറിയാം R ഈസ് ഈക്വൽ ടു Z cos phi ആൻഡ് X ഈസ് ഈക്വൽ ടു Z sin phi. XL ആയാലും ശരി, XC ആയാലും ശരി, X എന്ന് പറഞ്ഞാൽ Z sin phi ആണ്, R എന്ന് പറഞ്ഞാൽ Z cos phi ആണ്. ലാഗിങ് സർക്യൂട്ടാണെങ്കിൽ RL ആയിരിക്കും, ലീഡിങ് സർക്യൂട്ടാണെങ്കിൽ RC ആയിരിക്കും. അപ്പോൾ നമുക്ക് ആറിൻ്റെയും എക്സലിൻ്റെ വാല്യൂ കിട്ടി. ആറിൻ്റെ വാല്യൂ Z cos phi ഇട്ടപ്പോൾ 25.81. Z എന്ന് പറഞ്ഞാൽ 58.6 ആണ്. 58.6 ഇൻറ്റു cos phi എന്ന് പറഞ്ഞാൽ 0.4 ആണ്. ഓക്കെ, അതുപോലെ X ഈസ് ഈക്വൽ ടു Z sin phi. അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമുക്ക് 59.1 എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ Z2 ഈസ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ. ഡേറ്റ തന്നിട്ടുണ്ട്. പവർ ഈസ് 150 വാട്ട്സ് ആൻഡ് 0.7 പവർ ഫാക്ടർ ലീഡിങ്. അങ്ങനെ നമ്മൾ വീണ്ടും P ഈസ് ഈക്വൽ ടു VI cos phi എന്നുള്ള എക്സ്പ്രഷൻ ഇടുമ്പോൾ നമുക്കതിൽ നിന്ന് കറണ്ട് കിട്ടുന്നു. P ഉണ്ട്, അതുപോലെ P ഉണ്ട്, V ഉണ്ട്, cos phi ഉണ്ട്. അപ്പോൾ I കണ്ടുപിടിക്കാം. 0.97 ആംപിയർ. Z ഈസ് ഈക്വൽ ടു V/I അഗെയിൻ. V ആൻഡ് I ആർ RMS വാല്യൂസ്. ഇപ്പോൾ 220 അതുണ്ട്, പിന്നെ 0.97 കറണ്ട് കിട്ടി. അങ്ങനെ നമുക്ക് Z-ൻ്റെ വാല്യൂ കിട്ടി 226.8. Again we go use the same formula. R is equal to, അപ്പോൾ ഇത് ലീഡിങ് സർക്യൂട്ടാണല്ലോ, 0.7 ലീഡ് എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ R is equal to Z cos phi. അപ്പോൾ നമുക്ക് അവിടെ 158.1 എന്ന് കിട്ടി. X is equal to Z sin phi, that is 226.8 into sin phi. അത് ചെയ്യുമ്പോൾ നമുക്ക് XC 161.3 എന്ന് കിട്ടി. അപ്പോൾ ഇത് RC സർക്യൂട്ടാണെന്ന് അറിയാം, കാരണം ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ്. ഇനി കേസ് 3 ആണ്, അതാണ് നമ്മുടെ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത്. കേസ് 1ഉം കേസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് വാല്യൂസൊക്കെ കിട്ടാൻ വേണ്ടി XL-ഉം XC-യും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ കേസ് 3 Z1 Z2 കൂടെ ഒരുമിച്ച് സീരീസ് ആയിട്ട് സപ്ലൈക്ക് അക്രോസ് കണക്ട് ചെയ്തു. അപ്പോൾ Z1 Z2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇഫക്റ്റീവ് Z എന്താണ്? Z ഈക്വൽ ടു Z1 പ്ലസ് Z2. ഓക്കെ, അപ്പോൾ നമ്മൾ Z1 നമുക്ക് എന്താണെന്ന് അറിയാം, R പ്ലസ് J XL. സോ 25.81 പ്ലസ് J 59.1. Z2 എന്ന് പറഞ്ഞാൽ 158.1, R മൈനസ് J XC. അതിട്ടപ്പോൾ നമുക്ക് കിട്ടി. അങ്ങനെ Z1ഉം Z2ഉം കിട്ടി. സോ ടോട്ടൽ Z ഈസ് ഈക്വൽ ടു Z1 പ്ലസ് Z2. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് നമ്മൾ ആഡ് ചെയ്തു, ഇമാജിനറി പാർട്ട് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് കിട്ടി 183.91 മൈനസ് J 102.71. അങ്ങനെ Z-ൻ്റെ വാല്യൂ കിട്ടി. അത് പോളാർ ഫോമിൽ 210.65. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ കറണ്ട്
when Z1 and Z2 are connected in series. അപ്പോൾ Z1 ഉം Z2 ഉം സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ ഇഫക്റ്റീവ് ഇമ്പിഡൻസ് Z എന്ന് പറഞ്ഞാൽ 210.65 നമുക്ക് കിട്ടി. വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല, 220 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? V/Z. അപ്പോൾ 1.04 ആംഗിൾ 29.1 എന്ന് കിട്ടി. അപ്പോൾ കറണ്ടിൻ്റെ ആംഗിൾ 29, വോൾട്ടേജ് ആംഗിൾ 220 ആംഗിൾ 0 ആണ്. കറണ്ട് ആംഗിൾ 1.04 ആംഗിൾ 29. കറണ്ടിൻ്റെ ആംഗിൾ കൂടി നിൽക്കുകയാണ്, പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം ലീഡിങ് സർക്യൂട്ട്. ഇഫക്റ്റീവ്ലി കപ്പാസിറ്റൻസ് ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടി നിൽക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ cos phi എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ 5 ഉണ്ടല്ലോ, ആംഗിൾ 29.1, അതിൻ്റെ കോസ് എടുക്കുക. cos phi 0.874. ലീഡിങ് ആണെന്ന് കിട്ടിയല്ലോ, കറണ്ടിൻ്റെ ആംഗിൾ പോസിറ്റീവ് അല്ലേ, അപ്പോൾ ലീഡാണ്. ഇനി പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് VI cos phi, സോ ദാറ്റ് ഈസ് 200 watts. ഓക്കെ.